രാജ്യത്തെ അറിയപ്പെടുന്ന സർവേ ഏജൻസിയായ സീ വോട്ടർ ബി.ജെ.പി. അനുകൂല ചാനലായ എ.ബി.പി. ന്യൂസിന് വേണ്ടി നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേയിൽ കേരളത്തിൽ UDFന് സമ്പൂർണ്ണ വിജയം പ്രവചിക്കുകയാണ്. 20 സീറ്റിലും UDF ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. LDFന് സീറ്റൊന്നും കിട്ടില്ല. BJP സമ്പൂജ്യരായി തന്നെ തുടരും. കേരളത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത് തമിഴ്നാട്ടിലും BJP കാടിളക്കിയൊക്കെ പ്രചരണം നടത്തുന്നുണ്ട് എങ്കിലും അക്കൗണ്ട് തുറക്കാനാകില്ല എന്നു തന്നെയാണ് ഈ സർവേ പറയുന്നത്. അവിടെ 39 സീറ്റും DMK സഖ്യം തൂത്തുവാരും എന്നാണ് ABP സീ വോട്ടർ സർവേ പ്രവചിക്കുന്നത്. അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ സമ്പൂർണ്ണ വിജയം എന്നർത്ഥം. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ 20 സീറ്റും UDFന് എന്ന് പ്രവചിക്കുന്ന സർവേ വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസം UDFും LDFും തമ്മിൽ ഉണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത്. 45% വോട്ട് UDF നേടുമ്പോൾ 31% വോട്ട് മാത്രമേ LDFന് നേടാനാകൂ എന്നുള്ളതാണ്. BJP 20% വോട്ട് നേടും എന്ന് പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ BJPക്ക് 16%-നടുത്തായിരുന്നു വോട്ട്. അത് നിയമസഭാ തിരഞ്ഞെടുപ്പായപ്പോൾ 12%-ആയി കുറഞ്ഞു. BJPയുടെ മാക്സിമം ആയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അതിനപ്പുറത്ത് കേരളത്തിൽ BJP വോട്ട് നേടുമെന്നൊക്കെ ABP സീ വോട്ടർ ചിന്തിക്കുകയാണെങ്കിൽ അത് അവരുടെ അബദ്ധധാരണ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനി UDFും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം 14% വോട്ട് വ്യത്യാസമൊന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ LDFും UDFും തമ്മിൽ ഉണ്ടാകില്ല. കഴിഞ്ഞ തവണ UDFന് അനുകൂലമായ മഹാതരംഗം ഉണ്ടായപ്പോഴും ആ വോട്ട് വ്യത്യാസം വെറും 11% മാത്രമായിരുന്നു എന്ന് നാം ഓർക്കണം. അവിടെ നിന്നാണ് ഇപ്പോൾ 14% വ്യത്യാസം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 6% വോട്ട് LDFന് കുറയുമെന്നാണ് പറയുന്നത്. അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സീ വോട്ടറിൻ്റെ ഉടമസ്ഥനായ യശ്വന്ത് ദേശ്മുഖ്, അദ്ദേഹം ഈ ABP ന്യൂസിൻ്റെ സർവേ ഫലം അവതരിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞത്, കാരണം അവതാരകൻ ചോദിച്ചു, വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന BJPക്കും 0, ഭരിക്കുന്ന LDFനും 0, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണം, ഇത് ഫെബ്രുവരി 1-ാം തീയതി മുതൽ മാർച്ച് വരെ ഉള്ള കാലയളവിൽ നടത്തിയ സർവേയാണ്. അത് ഏകദേശം കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് വ്യക്തമായതിനു ശേഷമുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യ റൗണ്ടിൽ ഇവിടെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ മികച്ച മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ മുൻനിരയിലുണ്ടായിരുന്നയാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം താഴേക്ക് വരികയാണ്. അതൊക്കെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ആ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന സൂചന. ശരി, ABP സീ വോട്ടർ അങ്ങനെ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 45% വോട്ട് UDFന് നൽകുന്നു. 20 സീറ്റ് UDF നേടും എന്ന് പറയുന്നു. ഇനി സീ വോട്ടറിനെ കുറിച്ച് ഒരു കാര്യം കൂടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സീ വോട്ടർ 3 സർവേകളാണ് കേരളവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. ആദ്യത്തേത് 16-4 എന്നുള്ളതായിരുന്നു. 16 UDF, 4 LDF. രണ്ടാമത്തെ സർവേ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ നടത്തിയ സർവേ, ആ സർവേയിൽ 17-2-1 എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരം സീറ്റ് BJP ജയിക്കുമെന്നായിരുന്നു അന്നവർ പറഞ്ഞത്. 2 സീറ്റ് LDFന്. അതിനുശേഷം തെരഞ്ഞെടുപ്പിനോടടുത്ത് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് പുറത്തുവിട്ട സർവേ ഫലത്തിൽ 17-3 എന്നുള്ളതായിരുന്നു. അതായത് UDFൻ്റെ സമ്പൂർണ്ണ വിജയം പ്രവചിക്കുന്ന ഒരു സർവേ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഫലത്തോട് ഏകദേശം അടുത്ത് നിൽക്കുന്നത്. കാരണം LDFന് 4 സീറ്റിനപ്പുറം അവർ പ്രവചിച്ചിരുന്നില്ല എന്നുള്ള കാര്യം. ഏറ്റവും അവസാനത്തെ സർവേയിൽ പറഞ്ഞത് 17-3 എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 0-20 എന്ന നിലയിൽ UDFൻ്റെ മുൻതൂക്കം പ്രവചിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേ ടീമിൻ്റെ സർവേയിൽ എന്ത് മാറ്റങ്ങൾ വരും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. മാറേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ബോധ്യപ്പെടുന്നത്. UDFന് ഒരു മേൽക്കോയ്മ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പല മണ്ഡലങ്ങളിലും സിറ്റിംഗ് MP-മാർക്കെതിരായിട്ടുള്ള വികാരം, ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ നന്നായി തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതേക്കുറിച്ച് നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തു. ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളിലെങ്കിലും നെക്ക് ടു നെക്ക് പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ മികവ് കൂടി നിർണായകമാകുന്ന ഒരു ഘട്ടത്തിൽ കൂടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യഘട്ടം കടന്നു പോകുമ്പോഴാണ് ഈ CAA പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി വരുന്നത്. അതിനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിശ്വാസ്യതയുള്ളവരാര് എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ ഇടതുപക്ഷവും UDFും ശ്രമിക്കുമ്പോൾ അതിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് LDF ആണ് എന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതാണ് കേരളത്തിൻ്റെ ഒരു വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം.
ഇപ്പോൾ ഒരു സീറ്റിലും ജയിക്കാതിരിക്കുന്ന അത്രയും വലിയ ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ എല്ലാ കാലത്തെയും പോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ എല്ലാം പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ്. ഒന്നിലേക്കും വസ്തുതാപരമായി കൊണ്ടുചെന്നെത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയൊക്കെ നിൽക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ചെന്താ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ അധികം നേടാൻ LDFന് സാധിച്ചു. അപ്പോൾ അടിസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം ഉയർത്തുന്നു, സീറ്റുകളുടെ എണ്ണം ഉയർത്തുന്നു. അത് ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാകുമോ? അപ്പോൾ LDFന്റെ ബേസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി നടന്ന തെരഞ്ഞെടുപ്പാണ്. അങ്ങ് വടക്ക്, തെക്ക്, മധ്യഭാഗത്ത് ഒക്കെ നടന്നു. അപ്പോൾ അത് നൽകുന്ന സൂചന ആന്റി ഇൻകംബൻസി ഫാക്ടർ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ UDFന് അനുകൂലമായ തരംഗമുണ്ടായപ്പോഴുള്ളതിനേക്കാൾ ദയനീയമായി മാറുന്ന തരത്തിലൊന്നുമല്ല. അത് കേരളത്തിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യം അതാണ്. UDFന് മേൽക്കോയ്മയുണ്ട്, അത് സമ്മതിക്കേണ്ട കാര്യം. ഇപ്പോൾ UDFനേക്കാൾ കൂടുതൽ സീറ്റുകളൊന്നും LDFന് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കിട്ടില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നു. ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായേക്കാമെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഒരു കൊച്ചു രാഹുൽ തരംഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കഴിഞ്ഞ തവണത്തേതുപോലെ ഒന്നായി UDFലേക്ക് പോകില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ആ ന്യൂനപക്ഷങ്ങളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായ CAA പോലെയുള്ള സംഭവ വികാസങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഏതു തരത്തിലാണ് അവരെ വിശ്വസിക്കാവുന്ന ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്ന നിലയിൽ കൊണ്ടുവന്നെത്തിച്ചത് എന്നതിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പിലും സംഭവിക്കും. കാരണം CAA കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല. അത് നടപ്പിലാക്കുമോ ഇല്ലയോ, അങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെന്തു തന്നെ ആയാലും അത് പിന്നീട് ചിന്തിക്കേണ്ടുന്ന കാര്യമാണല്ലോ. ഒരു നിലപാടെടുക്കുകയാണ്, ആ നിലപാട് ആർജവത്തോടെ പറയുകയാണ്, ഞങ്ങൾ ചെറുക്കും എന്ന് പറയുകയാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടത്. അവർക്ക് നേരെയുള്ള വേട്ടയാടലുകളെ ചെറുക്കാൻ കഴിയുന്നതാർക്ക്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കേരളത്തിൽ LDFനാണ് മുൻതൂക്കം എന്നത് തന്നെയാണ്. ആ സാഹചര്യത്തിൽ ഈ വോട്ടറിൻ്റെ ഉടമസ്ഥൻ കണ്ടെത്തിയ നിഗമനങ്ങളെക്കാൾ അപ്പുറത്ത് ചില ഫാക്ടറുകൾ LDFന് അനുകൂലമായി നിലനിൽക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ ഈ രാജ്യത്തുണ്ട്, പൊതുവേ ഉണ്ട്. അത് കേരളീയർക്കും അറിയാം. അപ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ അല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിനെ വിജയിപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ മികവ് ഒരു ചർച്ചയാകും. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി പറയുന്ന ഒന്ന് ഈ പെൻഷൻ വിതരണമൊക്കെ മുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ കാരണക്കാരാര് എന്നുള്ളതിന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരം വരുന്നുണ്ട്. അപ്പോൾ BJP ഒരു ഘടകമേ അല്ലാതാകുന്ന തെരഞ്ഞെടുപ്പ്. അവിടെ ഈ വോട്ട് വ്യത്യാസം 14% എന്ന് വോട്ടർ കണ്ടെത്തുന്നതിൽ ഒരു വലിയ അസ്വാഭാവികതയുണ്ട്. ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ 55% വോട്ടുമായാണ് DMK സമഗ്രാധിപത്യം പുലർത്തുന്നത് എന്നാണ് സർവേ പറയുന്നത്. BJPക്ക് അവരൊക്കെ വലിയ തോതിൽ തള്ളിമറിക്കലൊക്കെ നടത്തുന്നുണ്ടെങ്കിലും 11%-അപ്പുറം വോട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. ADMKയ്ക്കും അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല, BJPക്കും അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. അണ്ണാമലൈ തെക്ക് വടക്ക് നടന്നതൊക്കെ വെറുതെയാകും എന്ന് രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും അനിൽ ആന്റണിയും ഒക്കെ വെറുതെ എന്ന്